ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് മുഹമ്മദ് മുസമ്മിൽ നിന്നാണ്. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. ഈ വർഷത്തെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിൻ്റെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇതെൻ്റെ ഒരു ഡ്രീം ജോബ് തന്നെയാണ്. ഞാൻ എൻ്റെ +2 പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ ഇതിന് വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ് എനിക്കിപ്പോൾ കിട്ടി. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ആർമീനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത്. ആർമി കയറണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഉള്ളിലേക്ക് വന്നു. ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാൻ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. അത് എൻ്റെ അടുത്ത സാറ് പറഞ്ഞു, നമ്മൾ കോളേജിൽ NCC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് നാഷണൽ കാഡറ്റ് കോർപ്സ്. തീർച്ചയായും അതിൽ കയറുകയാണെങ്കിൽ നിനക്ക് സുഖമായിട്ട് ആർമിയിലേക്ക് ജോയിൻ ചെയ്യാമെന്ന്. പിന്നെ എൻ്റെ ഉദ്ദേശം NCCയിലേക്ക് ജോയിൻ ചെയ്യാമെന്നായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റിയ പലതും അവിടെ NCCയിൽ സംഭവിച്ചു. അങ്ങനെ 3 വർഷത്തെ NCC ലൈഫിൽ നിന്നാണ് UPSC എക്സാം എന്നത് എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നത്. കോളേജ് കഴിഞ്ഞപ്പോഴാണ് അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നത് വലിയൊരു ചോദ്യചിഹ്നം എൻ്റെ മുമ്പിൽ വരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് UPSCക്ക് പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള സ്കോളർഷിപ്പ് ടെസ്റ്റ് നടക്കുന്നതായിട്ട് അറിഞ്ഞത്. അങ്ങനെ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അൽഹംദുലില്ലാഹ് ആ ടെസ്റ്റ് വിജയിച്ചു. എനിക്കവിടെ സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ 2ാമത്തെ വർഷം ഞാൻ അവിടെ ജോലി ചെയ്ത് തന്നെ പഠിച്ചു. സാമ്പത്തിക ബാധ്യത കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ വിട്ട് നാട്ടിൽ തന്നെ മറ്റൊരു അക്കാദമിയിലേക്ക് ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്ത് വഴി പ്രൈമസിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും എന്താ പറയുക, എങ്ങനെയാണ് സീരിയസ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ കൂടുതൽ മനസ്സിലാക്കി. ഈ 24 hours പഠിക്കുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അത് ശരിക്കും കണ്ടത്. ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും ഇരുന്ന് പഠിക്കുന്നു. അപ്പം നമുക്കും തോന്നും ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, പഠിക്കണം. പിന്നെ ഇവിടെയുള്ള പാൻ ഇന്ത്യൻ സ്റ്റുഡൻസ് നമ്മുടെ ലാംഗ്വേജ് എത്രത്തോളം ഡെവലപ്പ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടോ അതിനുള്ള എല്ലാ വഴിയും ഇവിടെ ഉണ്ട്. സിറ്റിയിൽ നിന്നും കുറച്ച് മാറി നല്ല ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ്. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് യാതൊന്നും തന്നെ ഇവിടെ ഇല്ല. ഇവിടുത്തെ ഫാക്കൽറ്റീനെ എടുത്തു പറയേണ്ട കാര്യമാണ്. സപ്പോർട്ട്, അവരുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം നമ്മുടെ ഒരു ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ വന്നിരുന്ന് പഠിക്കുന്ന സ്റ്റുഡൻസിൽ ഒരുപാട് പേര് UPSC ക്രാക്ക് ചെയ്ത് പിന്നെയും അവരുടെ റാങ്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരുണ്ട്. തീർച്ചയായും നമ്മൾ അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ പേഴ്സണാലിറ്റി എന്നുള്ളത്. പിന്നെ അവിടെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഗ്രീനറിയാണ്. വളരെ നാച്ചുറലായിട്ടുള്ള, നമുക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഇരുന്ന് പഠിക്കാനും വായിക്കാനും എല്ലാം പറ്റിയ ഒരു ക്ലൈമറ്റാണ് നമ്മുടെ ചുറ്റുമുള്ളത്. തീർച്ചയായും ഒരു വയനാട്ടുകാരനായ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ വീട്ടിൽ എത്രത്തോളമാണ് കംഫർട്ടബിൾ ആയിരിക്കുന്നത് ആ രീതിയിലാണ് ഇവിടെ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നത്. കാരണം 24/7 ലൈബ്രറി നമുക്ക് അവൈലബിൾ ആണ്, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിൾ ആണ്. സോ നമുക്കിപ്പോൾ 24 hours പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും നമുക്കതിനുള്ള ഒരു അവൈലബിലിറ്റി നമുക്കിവിടെ ഉണ്ട്. തീർച്ചയായും വർഷങ്ങളോളമായിട്ട് ഞാനും എൻ്റെ ഫാമിലിയും ആഗ്രഹിച്ചിരുന്ന ഒരു ഡ്രീം ജോബിലേക്കാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. SSC നടത്തുന്ന ഏറ്റവും വലിയൊരു എക്സാമാണ് SSC CAPF എക്സാം. 2025-26 SSC CAPF എക്സാം ഞാൻ ക്രാക്ക് ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും താല്പര്യമുള്ളൊരു പോസ്റ്റ് തന്നെ എനിക്ക് ലഭിക്കുകയും ചെയ്തു, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്. ആ ഫോഴ്സ് കിട്ടാൻ ഞാൻ ആഗ്രഹിച്ചത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇനിയും UPSC മുന്നോട്ട് തുറന്ന് പഠിക്കണമെന്നുണ്ട്. ഹോസ്റ്റൽ ജീവിതം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഇവിടുത്തെ. കാരണം നല്ല ഫുഡ്, കേരള സ്റ്റൈൽ ഫുഡും നമുക്കിവിടെ കിട്ടിയിരുന്നു, കന്നഡ സ്റ്റൈൽ ഫുഡും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈജീൻ, നമ്മളുടെ വീട്ടിൽ എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതേ രീതിയിൽ തന്നെയായിരുന്നു ഞാനിവിടെയും. ഞാൻ മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കൂടെ ഉള്ളവരും. തീർച്ചയായും CISF എനിക്ക് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു മുതൽക്കൂട്ടാണ്. എൻ്റെ അൾട്ടിമേറ്റ് ഡ്രീമിലേക്ക് കടക്കാൻ CISF എന്നെ സഹായിക്കും. അപ്പോൾ ഞാൻ തീർച്ചയായും UPSC നേടുക തന്നെ ചെയ്യും.